പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയാൻ സർവശക്തനായ യേശുനാഥൻ ഒരിക്കൽ കൂടി നമ്മെ അനുഗ്രഹിച്ചോർത്ത് നന്ദി പറയുന്നു. പ്രിയ സഹോദരനെ, ഇന്നലെ ഇട്ട ക്ലാസ് ക്രിസ്തു ഉയർത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട ക്ലാസ് കുറേയേറെ ആളുകൾ കാണാനിടയായി. അതിനകത്ത് ധാരാളം ആളുകൾ അതിൻ്റെ കമൻറ്റിൽ കൂടെ ഞാനിട്ട ഒരു ചില കാര്യങ്ങൾക്ക് മറുപടി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു സഹോദരി എൻ്റെ ഈ നമ്പറിൻ്റെ ഈ ചാനലിൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അത് ഈ രണ്ടാമത്തെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എന്ന സഹോദരിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ളവർ ആ ഫോൺ നമ്പറിൽ കൂടെ സംസാരിക്കാം. മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പൈതൽമല എന്ന സ്ഥലത്തു നിന്നൊരു ധ്യാനം കൂടിയതാണ്, എങ്കിലും ആ ധ്യാനം എൻ്റെ ധ്യാനമല്ല, അത് മറ്റൊരു പൈതൽമലയിലെ വേറൊരു ധ്യാന സെൻ്ററാണ്, അവിടെ നിന്ന് കൂടിയതാണ്. എങ്കിലും എൻ്റെ ക്ലാസ്സുകൾ കുറച്ചുകൂടെ കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നാൽ വീണ്ടും എൻ്റെ ധ്യാനം കൂടാൻ താല്പര്യമാണെന്ന് ചില വ്യക്തികൾ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരാൾ ചോദിച്ചെങ്കിൽ ചോദ്യത്തിന് ഉത്തരം ചെറുതായിട്ട് ഇതാണ്: സൂം മീറ്റിങ്ങിൽ കൂടെ കുറച്ചുകൂടെ ഒരുങ്ങാനുള്ള ക്ലാസ് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ സൂം മീറ്റിങ്ങിനോട് കുറേ ആൾക്കാർ എന്നോട് സൂം മീറ്റിംഗ് ചോദിച്ചിരുന്നു. ഒരു പേഴ്സണൽ ഗ്രൂപ്പ് സൂം മീറ്റിംഗ് ആയിട്ട് ചെയ്ത് അതിന് ക്ലാസ് തരാൻ ചോദിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ താല്പര്യമില്ല. അതിൻ്റെ കാരണം വെച്ചാൽ സൂം മീറ്റിംഗ് തുടങ്ങുമ്പോൾ കുറേ ആൾക്കാർ ഒരു 10, 30, 50, 60 ആളുകൾ വന്ന് ക്ലാസ്സിൽ കയറും. പക്ഷേ അവർ അന്നേരം ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്കൊക്കെ ആയിട്ട് എഴുന്നേറ്റ് കുറേ പേര് പോകും. ലാസ്റ്റ് വരുമ്പോൾ 2 മണിക്കൂർ ഒക്കെ സമയം ഇരിക്കണം. ചില ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ അതിനകത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ പോകും. രാത്രി 9 മണി മുതൽ 11 മണി വരെ ഇരുന്നിട്ട് 50 പേര് തുടങ്ങിയിട്ട് 5 പേരാകുമ്പോൾ അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമില്ല. അതിനേക്കാൾ നല്ലത് നിങ്ങൾ മെനക്കെട്ടാലും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ആശയഗ്രസ്തമായ അർത്ഥസമ്പുഷ്ടമായ ജ്ഞാനത്തിൻ്റെ വരം വെച്ചിട്ടുള്ള ക്ലാസ് നേരിട്ട് ധ്യാനത്തിലൂടെ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കാൻ കഴിയുന്നത്ര അങ്ങനെ ക്രമീകരിക്കുക. മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത്: എൻ്റെ ഈ വചനത്തോടെ എൻ്റെ ഈ വെല്ലുവിളി സ്വീകരിക്കുന്നു. വചനം ശ്രവിക്കാനും വചനം അനുസരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. മരണം വരെ അല്ല, മരിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് കൊണ്ടുപോകുന്നതിനും വരെ അല്ലെങ്കിൽ മരണം വരെ കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ ദൈവവചനം സ്വീകരിക്കാൻ കേൾക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഒരാൾ ബാംഗ്ലൂരിൽ നിന്നാണ്. അദ്ദേഹം ഒരു സഹോദരി ബാംഗ്ലൂരിൽ വിളിച്ചിരിക്കുന്ന സഹോദരിയാണ്. അവർ കല്ലംകുളം എന്ന സ്ഥലത്ത് വന്നിരുന്നു. അവർ റാഫേൽ ബ്രദറിൻ്റെ ധ്യാനം കേട്ടതാണ്. എൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നു, പക്ഷെ നടന്നില്ല. അവർ വന്നിരിക്കുന്നു. അവർ എന്ത് വില കൊടുത്തും ബ്രദറെ, ഞങ്ങൾ ബ്രദറിൻ്റെ കൂടെയുണ്ട്, വചനം ശ്രവിക്കാനും വചനമനുസരിച്ച് ജീവിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ട് അവർ വന്നിരുന്നു. പിന്നെ വേറൊരാൾ വന്നിരിക്കുന്നത് ഇതാണ്. എല്ലാവരും പേര് ഞാൻ പറയുന്നില്ല, പേരൊക്കെ ഇതിനകത്തുണ്ട്, അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ബ്രദറെ കൂടെയുണ്ട്, ബ്രദർ പറയുന്ന വചനം അനുസരിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട് എന്നാണ്. വേറൊരാൾ ഞാനുണ്ട് കൂടെ എന്ന് പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു 6-7 അഭിപ്രായങ്ങൾ വന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം ആളുകളുടെ ഹൃദയത്തിൽ, അവരുടെ ഉള്ളിൽ അവരാഗ്രഹിക്കുന്ന ചില വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ഉപയോഗിച്ചിരിക്കുന്നു. ദൈവാത്മാവിന് വിധേയമായ എളിമയുടെ, വിശുദ്ധിയുടെ, ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ ചില വ്യക്തികൾക്ക് ദൈവവചനത്തിൽ അന്തർലീനമായിരിക്കുന്ന എൻ്റെ നിത്യജീവന് പ്രാപ്തമാകുന്ന ചില വചനങ്ങളുടെ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയുമ്പോൾ അവരുടെ ഉള്ള് സന്തോഷം കൊണ്ട് പുളയുകയും അവരാത്മാവാൽ നിർവൃതി കൊള്ളുകയും അവർ മഹത്വപൂർണ്ണമായ ദൈവത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു തീരുമാനമെടുക്കുവാൻ അവർക്ക് ഉൾപ്രേരണ ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിനകത്ത് പറഞ്ഞ ചില വെല്ലുവിളികൾ, അതായത് ഇപ്പോൾ ഒരു വാർത്ത, ഇപ്പോൾ അല്പസമയം ഒരു വാർത്ത കേട്ടത്, 2020 ലോകം അവസാനിക്കുമെന്ന് ഏതോ ഒരു പ്രവാചകൻ പോലെ ഒരാൾ, മലാക്കി എന്ന് പറയുന്ന ഒരാൾ 1200 കാലഘട്ടങ്ങളിൽ, 910 എന്ന കാലഘട്ടങ്ങളിൽ, 1200 എന്ന കാലഘട്ടങ്ങളിലൊക്കെ ചില വ്യക്തികൾ ലോകാവസാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് ശരിയാണെന്നും ഇപ്പോഴുള്ള ഫ്രാൻസിസ് മാപ്പായുടെ മരണശേഷം വലിയ അരാജകത്വം സഭയിൽ ഉണ്ടാകുമെന്നും അതിൽ യുഗാന്ത്യവും ലോകാവസാനം എല്ലാം കൂടി ഒരുമിച്ച് വരുമെന്നും വലിയ പ്രശ്നങ്ങൾ സഭയിലും സമൂഹത്തിലും ഉണ്ടാകുമെന്നൊക്കെ പ്രവചിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഉള്ള വാർത്തകളാണ് ഞാൻ കേട്ടത്. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ മുമ്പേ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പ്രവചിച്ചൊന്നും ഞാൻ പറഞ്ഞതിൽ അർത്ഥമില്ല. കാരണം കഥ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ നിഗൂഢതകൾ വെളിപ്പെട്ട് കിട്ടുന്നവർക്ക് വെളിപ്പെടും, മനസ്സിലാവും. അങ്ങനെയുള്ളവർ കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ അറിയാവുന്നവരാണല്ലോ ഇങ്ങനെ ചാനലിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ അറിയത്തില്ലാത്തവർക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്:
ദൈവത്തിൻ്റെ വരവ്, യേശുക്രിസ്തുവിൻ്റെ വരവ് അദൃശ്യരൂപം, അദൃശ്യനായ ആ ദൈവം നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള, കണ്ണുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുള്ള, കാതുകൊണ്ട് കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ദൈവസ്വരം, ദൈവം ഇപ്പം നമ്മൾ ഒരു സാങ്കല്പ്യമാണ്. ദൈവം ഒരു സാങ്കല്പ്യമാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം സാങ്കല്പ്യമാണ്. എന്നാൽ ഈ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനെ തള്ളിക്കളയുക എന്നുള്ളതാണ് മൗഢ്യം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ വായുവിനെ എങ്ങനെ നോക്കിയാലും കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല, അടിക്കാൻ പറ്റില്ല, തൊഴിക്കാൻ പറ്റില്ല, ചീത്ത വിളിക്കാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കാണാനേ പറ്റില്ല. ഇവനെ കാണാൻ ഒരു വിധത്തിലും വായുവിനെ കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പരമസത്യമാണ് വായു. അതുകൊണ്ട് വായു ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വായു ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. എന്നാൽ ഒരു തീ അങ്ങ് പുകയാന്ന് വിചാരിക്കും. ഒരു വിറകുള്ളി പുകയ്ക്കുമ്പോൾ ഈ വായുവിൽ കൂടി ഇതിൻ്റെ പുകച്ചുരുൾ ഇങ്ങനെ പോകും നമുക്ക് കാണാം. അപ്പോൾ അതിനെ നമുക്ക് കാണാം. പുകച്ചുരുളിനെ കാണാൻ പറ്റും, പക്ഷേ വായുവിനെ കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ദൈവം അദൃശ്യനായിരിക്കുന്നത്? ദൈവത്തിൻ്റെ ദൃശ്യം അതിന് രണ്ട് തലമുണ്ട്, രണ്ടർത്ഥമുണ്ട്. അതായത് ദൈവം എന്നത് ഒരേ സമയം ദൃശ്യവും ഒരേ സമയം അദൃശ്യവുമാണ്. ഉദാഹരണം പറഞ്ഞാൽ പ്രകൃതി വസ്തുക്കളെല്ലാം ദൃശ്യ വസ്തുരൂപങ്ങളാണ്. ആ വസ്തുക്കളെല്ലാം അദൃശ്യ രൂപമാണ് ദൈവം. അപ്പം ദൈവം എന്ന സത്യം സൃഷ്ടിച്ചതാണ് ലോകവും ഭൂമിയും അതിലെ സമസ്തയും. നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സർവശക്തനായ ദൈവം, അദൃശ്യനായ ദൈവം ദൃശ്യമായി, വ്യക്തിയായി, വിധികർത്താവായി, രാജാവായി, നിത്യജീവനായി, നിത്യവെളിച്ചമായി, നിത്യപ്രകാശമായി, നിത്യസന്തോഷമായി, നിത്യാനന്ദമായി, നിത്യവിവേകമായി, നിത്യജ്ഞാനമായി നമ്മുടെ മുമ്പിലേക്ക് വ്യക്തിരൂപം പ്രാപിച്ച് ഇറങ്ങി വന്ന് നമ്മളെ തൻ്റെ ഗണത്തോട് ചേർക്കുവാൻ കഴിവുള്ള വിധത്തിൽ ഒഴുങ്ങി നിൽക്കുന്ന ഒരു ഗണത്തെ തന്നോട് ചേർത്ത് വെച്ച് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതിനെയാണ് രണ്ടാം വരവ് എന്ന് പറയുന്നത്. ആ രണ്ടാം വരവിൻ്റെ കാലഘട്ടം അടുത്തെത്തി എന്ന് പറയുന്നതാണ് മുന്നറിയിപ്പുകൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ഇന്നലത്തെ ക്രിസ്തു ഉയർത്തില്ല എന്നൊരു വചനം, ഒരു വാക്ക് കൊടുക്കാൻ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടതുകൊണ്ടാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇരിട്ടിയിലുണ്ട്, കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഈ ക്രിസ്മസിൻ്റെ, അതായത് ക്രിസ്മസ് അല്ല, ഈസ്റ്ററിൻ്റെ ഓശാന ഞായറാഴ്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച അദ്ദേഹം ഒരു പുതിയ സ്ഥലം എടുത്തു. ആ സ്ഥലം കാണാൻ വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഒരു നല്ല ദേവാലയത്തിൻ്റെ മുൻവശമാണ്, നല്ല മനോഹരമായ സ്ഥലമാണ്, നല്ല എല്ലാ സൗകര്യമുള്ള സ്ഥലമാണ്. അത് കണ്ടു കേട്ട് ഞങ്ങൾ സന്തോഷത്തെ തൃപ്തിയായിട്ട് തിരിച്ചു പോകും. അങ്ങനെ അതിന് കഴിഞ്ഞ ശേഷം ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും ആ സ്ഥലത്തൊന്നും പോകാനിടയായി. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഈ സ്ഥലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പുതിയ സ്ഥലം എടുത്തിരിക്കുന്നിടത്ത് JCB വലിച്ച് ഇങ്ങനെ നീക്കം ചെയ്ത് കുറേ മണ്ണിട്ട് മൂടാൻ വേണ്ടി ഒരു കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് മണ്ണിടാൻ വേണ്ടി ഇങ്ങനെ കുഴി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. കുറേ മണ്ണ് അവിടെ വീഴണം. അതിന് ചുറ്റും കെട്ടുണ്ട്. ആ കെട്ട് മണ്ണിട്ട് നികത്തണ്ട. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു 10-15ഓളം മദ്യക്കുപ്പി ഞങ്ങൾ കിടക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അത് ഓശാന തിങ്കളാഴ്ചയാണ്, ഓശാന ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞങ്ങൾ വീണ്ടും അവിടെ പോകാനിടയായി. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് കാര്യങ്ങൾ പ്രാർത്ഥിക്കാനും ചില കാര്യങ്ങൾ സംശയിക്കാനൊക്കെ ആയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അന്നൊരു 10-15 കുപ്പിയാണ് ഈ കുഴി കിടക്കുന്നത് കണ്ടെങ്കിൽ, ഈ ഈസ്റ്റർ കഴിഞ്ഞിട്ട് വന്ന ദിവസം ഒരു 50 കുപ്പിയുടെ മേലെ, ഞങ്ങൾ എണ്ണിയില്ല, കുറേ കുപ്പികൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കുറേ കുപ്പികൾ ഇങ്ങനെ കൂട്ടിയിട്ട് അത് മുഴുവൻ മദ്യക്കുപ്പികളാണ്. ആ മദ്യക്കുപ്പികൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം ഇതാണ്: യേശുക്രിസ്തു ഭൂമിയിലുമില്ല, സഭയിലുമില്ല, ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിലുമില്ല, ഈസ്റ്ററിലുമില്ല, ദുഃഖവെള്ളിയാഴ്ചയും ക്രിസ്തുവില്ല, ക്രിസ്തു മരിച്ചിട്ടുമില്ല, ക്രിസ്തു ഉയർത്തിട്ടുമില്ല, ക്രിസ്തു എന്ന വ്യക്തിയില്ല, ക്രിസ്തു എന്ന സത്യവുമില്ല. അതുകൊണ്ട് തന്നെ ലോകാവസാനവുമില്ല, അന്ത്യവിധിയുമില്ല, നിത്യജീവനുമില്ല, സ്വർഗീയ മഹത്വമില്ല. സ്വർഗമെന്നൊരു സംഭവം പരമ അന്ധവിശ്വാസമാണ്. അങ്ങനെ സമയം ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിലല്ലേ നമുക്ക് ഉയർപ്പുള്ളൂ, ഉയർപ്പുണ്ടെങ്കിലല്ലേ കൂടെ പോകാൻ പറ്റുള്ളൂ, അങ്ങനെ കൂടെ പോയെങ്കിലല്ലേ നിത്യജീവനും സ്വർഗരാജ്യമുള്ളൂ. അപ്പോൾ ഇത്രമാത്രം മദ്യം കഴിച്ച് ഇത്രമാത്രം കുപ്പികൾ ദൂരേക്ക് എറിഞ്ഞ് കൂട്ടമായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രിസ്ത്യാനി എന്ന വ്യക്തികൾ കുടിച്ച് തള്ളിയ കുപ്പിയുടെ ഒരു കൂമ്പാരം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എടുത്ത് ഒരു കുപ്പിയുടെ കൂമ്പാരം ഇങ്ങനെ കൂട്ടി വെച്ചാൽ നമ്മുടെ എങ്ങനെയായിരിക്കും അത് മനസ്സിലാക്കുക? ഇടുക്കി ജില്ലയുടെ ഏറ്റവും ഉയരമുള്ള ആ കൊടുമുടിയേക്കാൾ ഉയരത്തിൽ ഈ കുപ്പിയുടെ കൂമ്പാരം കൂടിയിരിക്കും, മദ്യക്കുപ്പിയുടെ കൂമ്പാരം. അപ്പോൾ ഞാൻ സ്വാഭാവികമായും എൻ്റെ മനസ്സിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ടല്ല നിങ്ങൾ സംസാരിച്ച് പറഞ്ഞുകൊണ്ടാണ് ക്ലാസ് തുടങ്ങിയത്. മറ്റൊന്ന്, ഞാൻ പറയും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് ഞാൻ അതിന് ആ ക്ലാസ്സിന് ഹെഡിങ് ഇടാൻ കാരണം ഇത്രമാത്രം മദ്യക്കുപ്പി ഈ കേരളത്തിൽ പൊങ്ങിയെങ്കിൽ, അതും ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം
തിങ്കളാഴ്ച പോകുമ്പോഴാണ് കിടന്നത്. ഇപ്പോൾ ഈസ്റ്റർ ഞായറാഴ്ച ഇഷ്ടംപോലെ മദ്യം കഴിച്ച് ഇഷ്ടംപോലെ കുപ്പി വലിച്ചെറിഞ്ഞെങ്കിൽ ആ മദ്യം കഴിച്ച വ്യക്തികളിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ആ വ്യക്തികളിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉണ്ടെങ്കിലല്ലേ ഉയർത്തെഴുന്നേൽക്കൂ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ക്ലാസ് ഞാൻ അങ്ങനെ ഒരു ക്ലാസ് ഇട്ടത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ ആത്മാർത്ഥമായിട്ടല്ല നിങ്ങൾ ചോദിച്ചതെന്ന് പറഞ്ഞത്. ഞാൻ അതിന് ആത്മാർത്ഥമായിട്ടല്ല ഈസ്റ്റർ ആശംസകൾ നേർന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്. കാരണം ഞാൻ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നു, വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ലോകം, അല്ലെങ്കിൽ ഈ കേരള സഭ, അല്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്ത് ആത്മാർത്ഥതയാണ് ഈ യേശു ക്രിസ്തു എന്ന പരമസത്യ, ആ മഹത്വപൂർണനായ സ്നേഹനിധിയായ ആ പരമസത്യമായ യേശു ക്രിസ്തുവിനോട് കാണിച്ചത് എന്ന് ഞാൻ ഒരു നിമിഷം ഓർത്തുപോയി. അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങളെ വെല്ലുവിളിച്ച് ചോദിച്ചത്, പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂടെ ഈ പൈശാചിക ശക്തിയോട് യുദ്ധം ചെയ്യാൻ, ഈ അന്ധകാര ശക്തികളെ കാൽക്കീഴിലാക്കാൻ ഒരു വലിയ യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിലേക്ക് ആ പരമസത്യം മുമ്പിൽ ഒരു ഇടിമിന്നൽ പോലെ വന്നു നിൽക്കുമ്പോൾ നാം അന്താളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ മദ്യക്കുപ്പികൾ നമുക്കെതിരെ സാക്ഷ്യമായി വരുമ്പോൾ, അതാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ വചനമുണ്ട്. ആ വചനത്തെ ആധാരമാക്കിയാണ് ഇപ്പോൾ എന്നോട് കർത്താവ് സംസാരിച്ചത്. ആ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം നമ്മൾ ഇങ്ങനെ അതിൻ്റെ വചനം നമ്മൾ വായിച്ചിട്ട് അത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെളിപ്പെടും. അതെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനത്തിൽ പരമസത്യമായ സ്വർഗീയ പിതാവ് തൻ്റെ മരമുള്ള പ്രവാചകന്മാരോട് സംസാരിച്ചിട്ട് പറയാണ്, ഭിത്തിയിൽ നിന്ന് കല്ലുകൾ വിളിച്ചു പറയും, മേൽക്കൂരയിൽ നിന്ന് തുല മറുപടി പറയും. രക്തം കൊണ്ട് നഗരം പണിയുകയും അകൃത്യം കൊണ്ട് പട്ടണം സ്ഥാപിക്കുകയും ചെയ്യുന്നതിന് കഷ്ടം. അഗ്നിക്ക് ഇരയാകാൻ വേണ്ടി മാത്രം ജനങ്ങൾ അധ്വാനിക്കുന്നതും വ്യർത്ഥതയ്ക്ക് വേണ്ടി ജനതകൾ ബന്ധപ്പെടുന്നതും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഹിതമനുസരിച്ചാണല്ലോ. അപ്പോൾ ഇതാണ് കർത്താവിൻ്റെ ഹിതം, ഇതല്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് കർത്താവ് പറയുന്നത്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കൊള്ളുക. ഇനി നിങ്ങളെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ, നിങ്ങളൊന്ന് അല്പം മാനസാന്തരപ്പെടുത്താൻ എൻ്റെ ഹൃദയത്തിലെ സ്നേഹം നിങ്ങൾക്ക് തന്ന് നിങ്ങളൊന്ന് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ഹൃദയം അത്ര കഠിനമാണ്. കാരണം മദ്യത്തിൻ്റെ അടിമത്വത്തിലേക്ക് കടന്നുപോയ മനുഷ്യർ ആ മദ്യത്തിൻ്റെ അടിമത്തം, യേശു ക്രിസ്തുവിൻ്റെ ഈസ്റ്ററാണ്, ഉയർപ്പാണെന്ന് പറഞ്ഞ് നമ്മൾ 3-4 കുപ്പി മദ്യം മേടിച്ച് കൂട്ടുകാരുടെ ഒപ്പം ഇരുന്ന് കഴിച്ച് അത് ദൂരേക്ക് വലിച്ചെറിയുമ്പോൾ ആ വലിച്ചെറിയുന്ന കുപ്പിയുടെ വില പോലും ക്രിസ്തുവിന് കൽപ്പിക്കുന്നില്ലെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയുന്നതിലാണ് കൂടുതൽ ശരി. അതെൻ്റെ മനസ്സിൽ വേദന തട്ടിക്കൊണ്ട് ഞാൻ ചിന്തിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അങ്ങനെ പറഞ്ഞത്. പ്രിയപ്പെട്ടവനെ, ഒരു കുപ്പി മദ്യം മേടിക്കാൻ എത്ര പണം കൊടുക്കണം? ആ പണത്തിൻ്റെ വിലയും മൂല്യം നമ്മൾ ഇന്നല്ല നാളെ വ്യക്തമായിട്ടറിയും. വളരെ വ്യക്തമായിട്ട് ഈ ലോകത്തുനിന്ന് നാം കടന്നു പോകുന്നതിന് മുമ്പ് സർവശക്തനായ കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്, ഞാൻ വിളക്കുമായി വന്ന് നിന്നെ പരിശോധിക്കും, അഗ്നിയിലൂടെ എന്ന വണ്ണം നിന്നെ ഞാൻ പരിശോധിക്കും. അഗ്നി നമ്മുടെ മുമ്പിലേക്ക് വരും. അഗ്നി എന്ന് പറഞ്ഞാൽ വിഴുകുന്ന അഗ്നിയാണ്, അത് തീയല്ല. അഗ്നി എന്ന വാക്കിനർത്ഥം ആണവ യുദ്ധത്തിൻ്റെ ചൂട്. അത് ഭൂമിയിലേക്ക് വരും, നമ്മുടെ അടുത്തേക്ക് വരും. അത് നമ്മൾ പരിശോധിക്കുക തന്നെ ചെയ്യും. ആ പരിശോധനയിൽ എൻ്റെ ശരീരം കത്തിക്കരിഞ്ഞു പോകാതെ നിൽക്കത്തക്ക രീതിയിൽ എൻ്റെ ആത്മീയ വിശുദ്ധി ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ അഗ്നിയിൽ പെട്ടാൽ പോലും പെടില്ല. അഥവാ പെട്ടുപോയാൽ പോലും കർത്താവ് സംരക്ഷിക്കുക തന്നെ ചെയ്യും. അഗ്നി എന്നെ തൊടാൻ സർവശക്തനായ യേശു ക്രിസ്തു സമ്മതിക്കില്ല. കാരണം ക്രിസ്തുവിന് വേണ്ടി ഞാൻ സഹിച്ച് വിശുദ്ധി പ്രാപിച്ച് ഒരുങ്ങി നിൽക്കുന്ന വ്യക്തിയാണ്. അവിടെ ഒരു തുള്ളി മദ്യത്തിന് എന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. അവിടെ ഒരു തുള്ളി അശുദ്ധ വാക്കിന് എൻ്റെ ആത്മാവിനെ സ്പർശിക്കാൻ സാധിക്കുകയില്ല. അവിടെ ഒരു അശുദ്ധ മ്ലേച്ഛ സംഭാഷണം, ഒരു മ്ലേച്ഛ ചിത്രം, ഒരു സിനിമ, അല്ലെങ്കിൽ അതോടനുബന്ധിച്ച് വരുന്ന ചില രൂപങ്ങൾ, ചില ആകൃതികൾ, ചില ഡാൻസുകൾ, ചില പാട്ടുകൾ, ചില വാക്കുകൾ പോലും എൻ്റെ ആത്മാവിനെ സ്പർശിക്കാതെ എൻ്റെ ആത്മാവിനെ പരിശുദ്ധത്തിൽ നിറച്ച് കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ ആ സർവശക്തനായ ഈശോ നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ വേദനയാണ്, പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം കുപ്പികൾ മദ്യം കഴിച്ചിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞെങ്കിൽ ഒരു ക്രിസ്തുവിൻ്റെ വില ഒരു കുപ്പി മദ്യത്തിന് പോലും മനുഷ്യൻ കൽപ്പിക്കുന്നില്ല. ഒരു ഈസ്റ്റർ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് 50 ദിവസം എന്തോ കോപ്രാഞ്ചം കാണിച്ച ശേഷം 50ാമത്തെ ദിവസം ഇത്രമാത്രം മദ്യം കഴിച്ച് കുപ്പികൾ വലിച്ചെറിഞ്ഞെങ്കിൽ, ഇത്രമാത്രം മദ്യം മനുഷ്യൻ കഴിച്ചെങ്കിൽ ഏത് ക്രിസ്തുവാണ് അവരുടെ ഹൃദയത്തിൽ ഉയർത്തെഴുന്നേറ്റത്? ഏത് ക്രിസ്തുവാണ് ഇനി അവരെ രക്ഷിക്കാൻ വരുന്നത്? ഏത് ക്രിസ്തുവാണ് 2027 ആഗോള യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ
നമ്മെ സംരക്ഷിക്കുന്നത്. ഏത് ക്രിസ്തുവാണ് 2030 വരുന്ന ആണവ യുദ്ധം ലോകത്തെ പടർന്നു പന്തലിക്കുമ്പോൾ ഭക്ഷ്യ സാധനങ്ങളും ഒരു തുള്ളി ജലം പോലും ഭൂമിയിലില്ലാതെ ഈ ലോകത്തിൽ നിന്നെല്ലാം അപ്രത്യക്ഷമാകുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തെ ഏത് വ്യക്തി സംരക്ഷിക്കും? ഏത് ദൈവം നമ്മളെ കാത്തുപരിപാലിക്കും? അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത തിന്മകൾക്ക് മറുപടി പറയാൻ പറ്റുന്ന കഥാവ് പറയാണ്. ഹബക്കൂക്ക് 2-ാം ഭിത്തിയിൽ നിന്ന് കല്ലുകൾ വിളിച്ചു പറയും, മേൽക്കൂരയും തുലാം മറുപടി പറയും. അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? നാം മറ്റുള്ളവർ കാണാതെ അന്ധകാരത്തിലിരുന്ന് ആ ഈസ്റ്റർ ആണെന്ന് പറഞ്ഞ് 5-10 കൂട്ടുകാരുടെ കൂട്ടത്തിലിരുന്ന് മദ്യം തുറന്ന് ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് കഴിച്ച് എന്തെങ്കിലുമൊക്കെ വാരി തിന്നപ്പോൾ ഇത് കണ്ടത് ആ ചുറ്റുമുള്ള പ്രകൃതിയും കല്ലും മണ്ണുമാണ്. അതൊരു മുറിക്കത്തിരുന്ന ആളെ കണ്ടെങ്കിൽ മേൽക്കൂരയും ഭിത്തിയും മുഴുവനും അത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ അന്ത്യവിധിയിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഈ കണ്ട വസ്തുക്കൾ പറയും, ഇതാ ഈ ജോസ് എന്ന പ്രതിന് വചനം പറയുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ രാത്രിയിൽ ഇരുന്ന് മദ്യം കഴിക്കുന്ന കണ്ടു കർത്താവേ ഇതാ എന്ന് പറഞ്ഞിട്ട് ആ സാഹചര്യം പശ്ചാത്തലവും ദൈവത്തിന് മുമ്പിലേക്ക് കടന്നു വന്ന് നമുക്കെതിരെ സാക്ഷ്യമോ. അതുകൊണ്ടാണ് പറഞ്ഞ ഭിത്തിയിൽ നിന്ന് കല്ലുകൾ വിളിച്ചു പറയും. അപ്പോൾ കല്ലുകൾക്കും മണ്ണുകൾക്കും കാതുണ്ടോ ചെവിയുണ്ടോ? അതെങ്ങനെ വിളിച്ചു പറയാം? എനിക്ക് അതരമുണ്ടോ? കല്ലിന് കണ്ണും കാതും അതരമില്ലാതെ അതെങ്ങനെ വിളിച്ചു പറയും? അതെങ്ങനെ വിളിച്ചു പറയുന്നത് പ്രിയപ്പെട്ടവരെ? അന്ന് വിളിച്ചു പറയുമ്പോൾ കാണാം. ഹല്ലേലൂയ. അത് നമ്മൾ മുമ്പിൽ നിന്ന് കല്ലും മണ്ണും ഭിത്തിയും മേൽക്കൂരയും സംസാരിക്കുന്നത് കേൾക്കുമ്പം നമ്മൾ പറയും, എൻ്റെ ദൈവമേ, ഈ കല്ലും മണ്ണൊന്നും അന്ന് കല്ലും കാതും ഇല്ലായിരുന്നല്ലോ, ഈ ഭിത്തിയൊക്കെ ചുമ്മാ നിൽക്കുമായിരുന്നു. ഞാൻ വാർക്ക വീടിൻ്റെ ഉള്ളിൽ കഥ കടച്ച് കുറ്റിയിട്ടിട്ടാണ് ഞാൻ ആ പടം കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ആരും കാണാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ എൻ്റെ മുറിയിൽ കഥ കടച്ചിട്ട് കുറ്റിയിട്ട് 4 പേര് കൂടി ഇരുന്നിട്ടാണ് ഞങ്ങൾ മദ്യം കഴിച്ചത്. പക്ഷെ അന്നേരമൊന്നും വേറെ ആരും കണ്ടില്ല. ഈ ഭിത്തിയും കല്ലിനും കണ്ണും കാതും ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല കർത്താവ്, എന്നോട് ക്ഷമിക്കണം പറഞ്ഞാൽ കർത്താവ് സമ്മതിക്കില്ല. ഈ വചനം വായിച്ചോണം, ഈ വചനം വായിച്ചോണമേ മക്കളെ, ഇത് വായിച്ചോണേ. ലോകമേ വായിച്ചോണേ, ഈ വചനം വായിച്ചോണം. നീ ഏത് തിന്മ എവിടെ ഇരുന്നാണോ ചെയ്തത്, ആ കല്ലും മണ്ണും നിനക്കെതിരെ സാക്ഷ്യം പറയുന്ന ദിവസം ഇതാ വരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, ഭിത്തിന്ന് കല്ലുകളും മണ്ണുകളും വിളിച്ചു പറയും. അത് കർത്താവ് പ്രതീക മലാക്കിയുടെ പുസ്തകത്തിൽ കർത്താവ് എന്താ വന്നിരിക്കുന്നത്? മലാക്കിയാസ് ദീർഘദർശിയുടെ പുസ്തകത്തിൽ കർത്താവ് വന്നിരിക്കുന്ന ഒരു വലിയ വചനം നമ്മൾ എടുത്തു വെച്ച് വായിച്ചുകൊണ്ട് വേണം ഇത് നമ്മൾ മനസ്സിലാക്കാൻ. അവിടെ കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്. ഇത് ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില സത്യങ്ങൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് തെറ്റ് പറ്റും. ആ തെറ്റ് ചെറിയ തെറ്റല്ല, അത് വലിയ തെറ്റായിട്ട് വരും. ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? BC 516 മലാക്കിയാസ് ദീർഘദർശി മലാക്കി എന്ന പ്രവാചകനിലൂടെ BC 516 എഴുതി വെച്ച വചനമാണ്. ഇന്ന് 2025 ഇരുന്നാണ് ഈ വചനം എടുത്ത് വായിക്കുന്നത്. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച വചനം നമ്മൾ ഇന്ന് ആയിരക്കണക്കിന് വർഷത്തിന് ശേഷം എടുത്തു വെച്ച് വായിക്കണം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അന്ന് എഴുതി വെച്ചത് എന്താണ്? മലാക്കിയുടെ പുസ്തകം, മലാക്കിയാസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെ പറഞ്ഞേ, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ ആഗതമാകുന്നു. ഇതാ വരുന്നു പറഞ്ഞിരിക്കുന്നത്. ആഗതം എന്ന് പറഞ്ഞാൽ വരുന്നു തന്നെ അർത്ഥം. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ഹല്ലേലൂയ. അത് പറയാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ, ഈ പ്രിയപ്പെട്ടവരെ, ഈ ചൂള പോലെ കത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും അത് നമ്മൾ ശാസ്ത്രീയമായിട്ടൊന്ന് മനസ്സിലാക്കി ആ സംഭവത്തെ, ആ വചനത്തെ ശാസ്ത്രീയമായിട്ട് നമ്മൾ കീറി മുറിച്ച് അപഗ്രഹിച്ച് പഠിച്ചാൽ എന്താണ് ഒരു ചൂള കത്തുക എന്ന് പറഞ്ഞാൽ? ചൂളയ്ക്കുള്ളിൽ നമുക്കറിയാം, ഈ പണ്ട് ഒരു 10-30-40 വർഷങ്ങൾക്ക് മുമ്പ് മരങ്ങൾ വെട്ടിയിട്ട് കരിയാക്കി കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ. കുറേ മരങ്ങൾ കൂട്ടിയിട്ട് ഇങ്ങനെ അടുക്കി വെക്കും. അതിൻ്റെ അടിയിൽ അടുപ്പ് കത്തിക്കും. ഈ അടുപ്പ് കത്തിച്ചിട്ട് അതിന് തീയെല്ലാം കത്തിച്ചിട്ട് ഈ മരങ്ങൾ ചപ്പിട്ട് മൂടിയിട്ട് അതിന് മേലെ മണ്ണ് കുഴച്ചിട്ട് പൊത്തും. ഇങ്ങനെ മണ്ണ് കുഴച്ച് പൊത്തും. ഒരു മല പോലെ പൊന്തിയിരിക്കും. എന്നിട്ട് ഇത് തീയിട്ടതിന് ശേഷം പിന്നെ ആ ദ്വാരം, അതിൻ്റെ പ്രവേശ കവാടം അടച്ചു വെക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ വായു കിടക്കാത്തതുകൊണ്ട് ഈ ഉള്ള തീ അങ്ങോട്ട് ജ്വലിക്കും. അതിങ്ങനെ പുകയൊന്നുമില്ല, ഇങ്ങനെ തീ അങ്ങനെ ജ്വലിച്ച് ഇങ്ങനെ സ്വർണം പോലെ, സൂര്യനെ പോലെ തീ അങ്ങ് ജ്വലിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് തീ പുറത്ത് വന്നു കഴിയുമ്പോൾ ഈ ഫ്രണ്ടിലെ ആ വാതിലങ്ങ് തുറന്നു പോയി കഴിഞ്ഞാൽ ഇതിനകം ചൂളക്കകത്ത് ജ്വലിക്കുന്ന തീ നമുക്ക് വ്യക്തമായിട്ട് കാണാം. നമുക്ക് നോക്കാൻ പറ്റില്ല, അതിശക്തമായ തീയാണത്. പെട്ടെന്ന് അവർ വെള്ളം കോരി ഒഴിച്ച് അത് ഒഴിച്ചിട്ട് കരിയായിട്ട് രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോകും. അങ്ങനെ അതിന് ആ ചൂള കത്തുന്ന പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗം ഞാൻ കണ്ടിട്ടുണ്ട്. ആ തീയുടെ ആ അകഭാഗം വലിയ തീയാണ്, വലിയ ചൂട്, അങ്ങോട്ട് നോക്കാൻ പോലും പറ്റില്ല. നമ്മുടെ കണ്ണുപോലും മഞ്ഞളിച്ചു. അത്ര ശക്തമായ തീയും പ്രകാശകിരണങ്ങളും അവിടുന്ന് വരുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്ന പതിക്കുന്നത്. അതായത് യേശുക്രിസ്തുവിന് മുമ്പാണ് ഇത് എഴുതുന്ന ഈ വചനം. ഇത് 2025 അപ്പോൾ ഈ 2025
ഈ ചൂള പോലെ കത്തുന്ന സംഭവം എങ്ങനെയാണ്? ഇത് നമുക്ക് ഭൂമിയെ മുഴുവൻ തീയായിട്ടിട്ട് നമുക്ക് ഒരു ജില്ല മുഴുവൻ, ഒരു കണ്ണൂർ ജില്ല, കേരളത്തിലൊരു ജില്ലയും എടുക്കുക. ആ ജില്ലേനെ മുഴുവൻ അങ്ങോട്ട് നമ്മൾ കുറേ വിറക് കൂട്ടിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ആ ചൂള പോലെ കത്തുന്ന ആ ജില്ലയിൽ അങ്ങോട്ട് കത്തിപ്പോകും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? അതിന് ആണവ സ്ഫോടനങ്ങൾ. ഒരു അണുബോംബ് ഈ ഭൂമിയിൽ വീണാൽ ആ വീഴുന്നതിൻ്റെ ചുറ്റളവിൽ, ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ ഒരു അഗ്നിയുടെ ചൂള പോലെ ഉണ്ടാവും. ആ അത്രയും ഭാഗം ആഴത്തിൽ തീയുടെ ഒരു കുഴി ഉണ്ടാവും, വലിയ ഗർത്തം, തീയുടെ ഒരു ചൂളക്കുഴി. ആ ചൂളക്കുഴിയുടെ ചൂട് ശാസ്ത്രീയമായിട്ട് 1 കോടി ഡിഗ്രി എന്നാണ് പറയുന്നത്. ആണവ സ്ഫോടനത്തിൻ്റെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബിൻ്റെ ഒക്കെ റിഫ്ലക്ഷൻ, അതിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാൻ ശാസ്ത്രത്തിന് എത്രയാണ് കൃത്യമായിട്ട് അളന്ന് പറയാൻ പറ്റും. ഒരുപക്ഷെ ശാസ്ത്രത്തിന് അത് പറയാൻ പറ്റില്ല, കാരണം അത് പൊട്ടി കഴിഞ്ഞുള്ള പരിണതഫലം ചൂടോ ആ ഒരു ശാസ്ത്രം അളക്കുന്നില്ല. അപ്പോൾ ഏകദേശം ശാസ്ത്രീയ കണക്കുന്ന 1 കോടി അല്ലെങ്കിൽ 2 ലക്ഷം 10 ലക്ഷം ഒക്കെ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടെന്നാണ് പറയാം. അപ്പോൾ ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. എത്ര പച്ച സത്യമാണ്! ഇന്നത് ആണവ ആയുധങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വചനം പഠിക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയമായ സംഭവം തെളിയിക്കപ്പെട്ട അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ്, തെളിവ് ഈ ലോകത്ത് വെച്ചിട്ടാണ് ഈ വചനം പറയുന്നത്. ഇപ്പോൾ ഒരു 1000 വർഷം മുമ്പാണ് ഇത് പറയുന്നതെങ്കിൽ പറയാൻ പറ്റുമോ ഇങ്ങനെ തീ പോലെ കത്തുന്നതെന്ന്? ആ ഏതെങ്കിലും വചനം പ്രവേശിക്കുന്നതെങ്കിൽ പറയാൻ പറ്റുമോ? കാരണം എന്താ സംഭവം അറിയത്തില്ല. പിന്നെ ഒരു കൊട്ടത്താപ്പനങ്ങ് പറയാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പ്രവാചകൻ തൻ്റെ ദൈവമായ കർത്താവ്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, സ്വരം ശ്രവിക്കുകയും സ്വരം കാണുകയും ദൈവത്തെ ദർശനത്തിലൂടെ കാണുകയും ചെയ്ത് ദൈവമായിട്ട് സംഭാഷണം നടത്തി സംസാരിച്ച കാര്യങ്ങൾ അപ്പോൾ എഴുതി വെച്ച കാര്യങ്ങളാണിത്. അദ്ദേഹം പറഞ്ഞ അതിൻ്റെ ത്രിതല ജ്ഞാനത്തിലേക്ക് ഒരു വ്യക്തി രൂപാന്തരപ്പെടുത്തി എടുത്തുകൊണ്ട് പോയിട്ടാണ് ആ വ്യക്തിയോട് സർവശക്തനായ ദൈവം തൻ്റെ അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ സംസാരിക്കും. അത് അതീന്ദ്രിയ ജ്ഞാനത്തിൽ കൂടെ അദ്ദേഹത്തിന് ഗ്രഹിക്കാനും കഴിയും. അങ്ങനെ ഗ്രഹിക്കുന്ന വചനങ്ങളാണ് ഈ ദൈവവചനം എന്ന് പറയുന്നത്. അതിന് മാറ്റമില്ല. അത് കാരണം ഈ 2000 വർഷം എഴുതിയാലും അത് ആ പറഞ്ഞ കാലഘട്ടം വരുമ്പോൾ നമ്മുടെ മുമ്പിൽ കറക്റ്റാണ്. സംഭവം ശാസ്ത്രീയമായിട്ട് ശരിയായിട്ട് വരും. അപ്പോൾ ദൈവവചനത്തിൽ തെറ്റില്ല എന്ന് തെളിയാൻ വേറെ മാർഗമൊന്നും വേണ്ട. ഇത് തന്നെ ശാസ്ത്രീയ സത്യം, പരമമായ സത്യം. ഈ പരമമായ സത്യത്തെ നാം മുമ്പിൽ വെച്ചുകൊണ്ട് സർവശക്തനായ യേശു ക്രിസ്തുവുമായി വിശുദ്ധ ജീവിതത്തിനായിട്ട് ഒരുക്കപ്പെടുന്നില്ല എങ്കിൽ, ഈ പരമസത്യത്തെ നാം ഉൾക്കൊള്ളുവാൻ സർവശക്തനായ ദൈവത്തിലേക്ക് ഐക്യപ്പെട്ട് വിശുദ്ധി പ്രാപിച്ച് ഒരു ഒരുക്കം നമ്മൾ നടക്കുന്നില്ല എങ്കിൽ, ഈ ചൂള പോലെ കത്തുമ്പോൾ നാം അതിൽ വീഴുക തന്നെ ചെയ്യും. കർത്താവ് അങ്ങോട്ട് തള്ളിയിടുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രിയ സുഹൃത്തുക്കളെ, ചൂള പോലെ കത്തും ദിനം വരുന്നു, ഇതാ വരുന്നു, അന്ന് അഹങ്കാരികൾ വൈക്കോൽ പോലെയാകും. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താണ്? വലിയ തീച്ചൂളയിലേക്ക് വലിയ ആഴി ഇങ്ങനെ നമ്മൾ മരങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട്, പഴയ കാലത്ത് ഈ കാട് വെട്ടിയിട്ട് പൊനകൊത്തുക എന്ന് പറയും. കാട് വെട്ടിയിട്ട് ഇങ്ങനെ അത് ഉണക്കി മരങ്ങളെല്ലാം കൂടെ വലിച്ചു കൂട്ടി 8-10 മണിക്കാരിങ്ങനെ ചുള്ളിക്കമ്പിൾ ഇങ്ങനെ കൂട്ടിയിട്ട് അതിങ്ങനെ വലിയൊരു കുമ്പാരമായിട്ട് ഇങ്ങനെ നിൽക്കും. അത് ഉണങ്ങാൻ വേണ്ടി ഒരു മാസങ്ങൾ അനുവദിക്കും. അത് ഉണങ്ങിക്കഴിയുമ്പോൾ സൈഡിൽ നിന്ന് വലിയ തീ കൊടുക്കും. അപ്പോൾ ഈ ചുള്ളിക്കമ്പിളെല്ലാം കൂടി ഇങ്ങനെ ആളി അങ്ങോട്ട് കത്തുമ്പോൾ കണ്ടാൽ പേടിയാവും. പഴയ കാലത്ത് പേടിച്ച് ഞാൻ കാണിട്ടുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ 10-15 വയസ്സിന് കാലത്ത് ഈ തീ ആകാശത്തിലേക്ക് വന്നുമ്പോൾ വലിയൊരു ശബ്ദവും ഒരു പുകയും എല്ലാം കൂടി ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഈ ഇപ്പോഴത്തേക്ക് ചാച്ചനോ അല്ലെ അവരുടെ കൂട്ടുകാരൊക്കെ വെച്ചാൽ വേറെ കുറേ ചുള്ളിക്കമ്പുകളും കഷ്ണങ്ങളെല്ലാം കൂടെ വലിച്ച് ദൂരിട്ടിങ്ങനെ ആ ചുളയിൽ കെറിയും. അത് എറിയുമ്പോൾ ഒറ്റ തീയ പിന്നെ ശക്തിപ്പെടുകയാണ് ഈ ചുള്ളക്കമ്പ് കത്തിപ്പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കർത്താവ് പറയാണ്, എന്താ പറയുന്നത്, അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോല്, പുല്ല്, കന്നുകാലിക്ക് കൊടുക്കാൻ വേണ്ടി പുല്ലിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കെട്ടിങ്ങനെ എടുത്തിട്ട് ഈ ചൂളയിലേക്ക് എറിഞ്ഞാൽ പുമ്മൊന്നൊരു ഒച്ച കേൾക്കാൻ പറ്റും. ഒരാഴ്ച ഒരു ശക്തി കേൾക്കാം. ഇത് തന്നെയാണ് പച്ചയായിട്ട് ഇങ്ങനെ സംഭവിക്കും പ്രിയപ്പെട്ടവർ. ഒരു അണുബോംബ് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു അണുബോംബ് ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് ഇനി വീഴാനിടയായാൽ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് നേരെ ഒരു അണുബോംബ് മിസൈൽ വിട്ടാൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എഴുതി വെച്ചിട്ടുള്ള വചനത്തിൽ. എങ്ങനെയാണ് വീഴുക, എപ്പോഴാണ് വീഴുക, അത് വീണാൽ എന്ത് സംഭവിക്കും, ലോകരാഷ്ട്രങ്ങൾ അതിനെ എങ്ങനെ പ്രതികരിക്കും, ലോകം അതിനെ എങ്ങനെ നോക്കിക്കാണും, ജനങ്ങൾ അതിനെ എങ്ങനെ പ്രതികരിക്കും, ജനങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ എന്തായിരിക്കും, അതിൻ്റെ പ്രതിഫലനം സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ, പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കുന്ന ശാസ്ത്രീയമായിട്ടും സയൻറ്റിഫിക്കായിട്ടും മാത്തമാറ്റിക്സ്പരമായിട്ടും ബൈബിൾ പരമായിട്ടും ആത്മീയപരമായിട്ടും ചരിത്രപരമായിട്ടും വ്യക്തമായിട്ട് എഴുതി വെച്ച ഒരു സംഭവത്തിൻ്റെ യഥാർത്ഥ സംഭവമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതിന് ശാസ്ത്രീയമായിട്ട് വസ്തുക്കളുണ്ട്, അതിന് ആത്മീയമായിട്ട് പുസ്തകങ്ങളുണ്ട്, അത് എല്ലാം കൊണ്ടും കണക്കുകൂട്ടിക്കൊണ്ട് ശരിയുമാണ്. അപ്പോൾ അവിശ്വസിക്കാനൊന്നുമില്ല. ഇതൊക്കെ പച്ചയായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ്, ഇതൊക്കെ എനിക്ക് ഗ്രഹിക്കാൻ എന്നെ ദൈവാത്മാ അനുവദിച്ചപ്പോഴാണ് ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടത്? ഇത് ആർക്കറിയാമായിരുന്നു?
ഒരു 5-8-10 വർഷം മുമ്പ് ഇതൊന്നും പറയാൻ എനിക്ക് ഒന്നും അറിയില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലേക്ക് വന്ന് പറയാൻ പ്രേരണ തരുമ്പോൾ മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ അതരം പൊന്തില്ല. ഇതാ ചൂള പോലെ കത്തുന്ന ദിനം വരുന്നു, അടുത്തെത്തി. അപ്പോൾ നാം എങ്ങനെ ഒരുങ്ങണം? നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ദുരാത്മാക്കൾ ഏതാണെന്ന് കണ്ടെത്തിക്കോ മക്കളെ. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ 1 മാസമോ 2 മാസമോ 4 മാസമോ 5 മാസമോ ശരിക്കും പറഞ്ഞാൽ ഏകദേശം 1 വർഷമോ സമയം ഇപ്പോൾ അല്പം ഒരുങ്ങാൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. ചെറിയൊരു സമയമുണ്ട് ഇപ്പം ഈ 2025 ഏപ്രിൽ മാസം 20-ാം തീയതിക്ക് ശേഷം അല്പസമയമുണ്ട് ഒരുങ്ങാൻ. അത് അടുത്ത 2026 ഏപ്രിൽ 20 കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഒരുങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചേക്കരുത്. ഒരുങ്ങൽ സാധ്യമല്ല. അതിനുള്ള പശ്ചാത്തലം ഭൂമിയിലുണ്ടായിരിക്കുകയില്ല. അത്രയും ഇപ്പം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിസ്സാരമായിട്ട് തള്ളി, ഈസി ആയിട്ട് തള്ളി, പുച്ഛിച്ച് തള്ളി, അവഗണിച്ച് തള്ളി, ഉപേക്ഷിച്ച് തള്ളി, എൻ്റെ യുക്തിവിചാരം അനുസരിച്ച് ഞാൻ അതിനെ ക്രമീകരിച്ച് നോക്കി. അപ്പോൾ എനിക്കിതെല്ലാം വ്യർത്ഥമാണെന്ന് തോന്നി ഞാൻ തള്ളിക്കളഞ്ഞു. എൻ്റെ യുക്തിബോധമനുസരിച്ചും എൻ്റെ ശാസ്ത്രീയ ചിന്തയുടെ കണക്കൂട്ടമനുസരിച്ച് ഞാൻ ഇതിനൊക്കെ വിലയിരുത്തി. അപ്പോൾ എനിക്ക് തോന്നി ഇത് പടുവിഡ്ഢിത്തമാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ തള്ളിക്കളഞ്ഞു. എൻ്റെ അറിവ്, ജ്ഞാനം, എനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ വെച്ച് ഞാൻ ഇതിനൊക്കെ വിലയിരുത്തി പഠിച്ച് ശാസ്ത്രീയമായിട്ടൊന്ന് അപഗ്രഹിച്ച് ഉൾക്കൊണ്ട് നോക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ ഇതൊന്നും ഒരു ഇഷ്ടമായിട്ട് തോന്നിയില്ല. ഉടനെ ഞാനതിനെ വിളിച്ച് ദൂരെ കളഞ്ഞു. ഇതൊക്കെ പടുവിഡ്ഢിത്തമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഓക്കെ, അങ്ങനെ തള്ളിക്കളഞ്ഞവരാണ് ലോകം മുഴുവനും. പക്ഷേ ചില വ്യക്തികളിൽ ആ തള്ളിക്കളയലല്ല, അതൊരു സ്വീകാര്യമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങളിൽ അനേകം ശാസ്ത്രീയ സത്യങ്ങളുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, ശരിയാണെന്ന് ഗ്രഹിച്ചവരെ സ്വീകരിച്ചപ്പോൾ അവരുടെ ബുദ്ധിക്ക് വെളിച്ചമുണ്ടാവുകയും അവർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രബോധനമേൽക്കുകയും ആ പ്രബോധനമനുസരിച്ച് ഓരോ വ്യക്തിയും ഒരുങ്ങാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ആ ഒരുങ്ങിയ വ്യക്തികൾക്ക് വലിയ സമാധാനം, വലിയ പ്രത്യാശയും ലഭിക്കുകയും അവർ നിത്യത എന്ന പരമസത്യ യാഥാർത്ഥ്യത്തിലേക്ക് എടുത്തു മാറ്റപ്പെടുവാൻ ഇപ്പോൾ തന്നെ ഒരുക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ വചനം ശ്രവിക്കുകയും എന്നെ അനുസരിക്കുകയും, എൻ്റെ വചനം ശ്രവിക്കുക നിങ്ങൾ ജീവിക്കും, എൻ്റെ വചനം എൻ്റെ അടുക്കൽ വന്ന് ശ്രവിക്കും നിങ്ങൾ ജീവിക്കും. അതാണ് ദൈവവചനത്തെ ശക്തി. പ്രിയ സഹോദരങ്ങളെ, ഇത് മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. എന്നാൽ മാനുഷിക ബുദ്ധിക്ക് അപ്പുറത്തേക്ക് ചില അമാനുഷിക ശക്തിയിൽ കൂടെയും കർത്താവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾക്കൊക്കെ നമുക്കിങ്ങനെ പറയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ മറ്റു ചിലരൊക്കെ ഇതുപോലെ ആനുപാതികമായിട്ട് പറയുന്ന അച്ഛന്മാർ, ബ്രദർമാരൊക്കെ വേറെയുമുണ്ട്. നമ്മൾ മാത്രമല്ല, ഇതിനേക്കാൾ ധാരാളം പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഓരോ വെളിപ്പെടുത്തലുകൾ ദൈവവചനത്തെ ആധാരമാക്കി കിട്ടുന്നത് കൊണ്ടാണ് അവരെല്ലാം ഇങ്ങനെ പറയുന്നത്. അതെല്ലാം ജനനന്മയ്ക്ക് വേണ്ടി, സമൂഹ നന്മയ്ക്ക് വേണ്ടി, രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി, വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി, കുടുംബ നന്മയ്ക്ക് വേണ്ടി, കുടുംബയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമായ കർത്താവ് നിങ്ങളെ അനുവദിക്കട്ടെ. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വേദനാജനകമായ സംഭവങ്ങളാണ്. ഓരോ കുപ്പി മദ്യം, എത്രയോ കുപ്പി മദ്യമാണ് കുടിച്ചിട്ട് എറിഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ക്രിസ്തു അവരുടെ ഹൃദയത്തിൽ ഉയർക്കുകയാണോ, ക്രിസ്തു അവരുടെ ഹൃദയത്തിൽ മരിക്കുകയാണോ ചെയ്തതെന്ന് എനിക്ക് വളരെ സംശയം തോന്നിയുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തു ഉയർത്തിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ സഭയിൽ നോക്കിയാലും ഇതൊക്കെ തന്നെയാണ്. കത്തോലിക്ക സഭയിൽ, ആഗോള സഭയിൽ നോക്കിയാൽ കുറേ വ്യക്തികളൊക്കെ, കുറച്ചിപ്പോൾ എല്ലാവരും മദ്യം കഴിച്ചെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ അച്ഛന്മാരും മദ്യം കഴിച്ചെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ ക്രിസ്ത്യാനികളും മദ്യം കഴിച്ചെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പം 40% ആകാം, 20% ആകാം, അല്ലെങ്കിൽ 60% മദ്യം കഴിച്ചാൽ ബാക്കി 40% ഒരുക്കപ്പെട്ടുണ്ടാവാം, അല്ലെങ്കിൽ 80% മദ്യം കഴിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതുപോലെ മ്ലേച്ഛമായ പലതും കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ബാക്കി 20%-ത്തെ സർവശക്തനായ ദൈവം തൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിയെ കൊടുത്ത്, ജ്ഞാനം കൊടുത്ത് ഒരുക്കി മാറ്റി നിർത്തിയിട്ടുണ്ട്. സംരക്ഷിക്കും, അവരെ സംരക്ഷിക്കുന്ന സമയത്ത് സംരക്ഷിക്കുക തന്നെ ചെയ്യും. അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ എല്ലാ അത്ഭുതങ്ങളും അവർ കണ്ടുകൊണ്ട് കാണുന്ന അവസ്ഥ അവരുടെ മുമ്പിലേക്ക് അവർ കാണുകയും ചെയ്യും, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്യും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ ഇന്നലത്തെ ക്ലാസ്സിലൂടെ ഞാൻ ചലഞ്ച് ചെയ്തപ്പോൾ ധാരാളം വ്യക്തികൾ തൻ്റെപൂർവ്വം ധൈര്യപൂർവ്വം ദൈവാത്മാവ് അവരുടെ ഹൃദയത്തിലുള്ളതുകൊണ്ടാണ് പറഞ്ഞ, ബ്രദറെ ഞങ്ങൾ സ്വീകരിക്കുന്നു, ഈ ചലഞ്ചിനെ സ്വീകരിക്കുന്നു, ഞങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നു, കർത്താവിൻ്റെ വചനത്തെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നു, ഞങ്ങളത് ഏറ്റെടുക്കുന്നു, ഞങ്ങളത് അനുസരിക്കാൻ തയ്യാറാണ്. ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളുക, ഞങ്ങളത് കേൾക്കുമെന്ന് ധൈര്യപൂർവ്വം പറഞ്ഞെങ്കിൽ അവരിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങി എന്നതിൻ്റെ തെളിവാണ് അതിൻ്റെ അടിയിൽ കേണ്ട കമൻറ്റുകൾ. പ്രിയപ്പെട്ടവരെ, അതിനാൽ ഞാൻ ഇന്ന് വളരെ ആത്മീയ സന്തോഷമുള്ള മനുഷ്യനായിട്ട് മാറിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടു. അവർ ആത്മീയമായിട്ടും ഈ കേട്ട വചനത്തെ ഓർത്തും അവർ തൻ്റെ ആത്മാവിൽ അതെല്ലാം ഏറ്റെടുത്തപ്പോൾ അവർ ദൈവത്തിൻ്റെ മക്കളെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരെ കർത്താവ് ഇന്നു മുതൽ സംരക്ഷിക്കും.
ആ ധൈര്യമുണ്ട് അവർക്ക്. ഞങ്ങളിത് ഏറ്റെടുത്തിരിക്കുന്നു ബ്രദറെ എന്ന് പറയാൻ ഒരാൾക്ക് ധൈര്യമുണ്ടായാൽ ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ആ ദൈവാത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തിയായി രൂപാന്തരപ്പെട്ടു എന്നാണ് അർത്ഥം. അത്തരം വ്യക്തികളെ സർവശക്തനായ ദൈവം ഈ ലോകത്തിലെ മുഴുവൻ അനുഭവങ്ങൾ ഒരുമിച്ച് മുട്ടിയാലും സർവശക്തനായ ദൈവം അവരെ സംരക്ഷിക്കാൻ തന്നെ ചെയ്യും. അത് വാഗ്ദാനം ചെയ്ത വചനങ്ങൾ വിശുദ്ധ. അതുകൊണ്ടാണ് എൻ്റെ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, അതാർക്കും അത്തരം മനസ്സിലാകാതെ പോയൊരു ഒരു ക്ലാസ് ഉണ്ട്. അതായത് ഇന്ന് മുതൽ 2025 മുതൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവായ 8 വർഷം മുന്നോട്ട് പോകുന്നിടം വരെ ഒരു മനുഷ്യനും മരിക്കാൻ പാടില്ല. മരണം എന്ന സത്യം ഇനി ഇല്ലാത്ത വിധം ഒരു വ്യക്തിക്ക് ജീവിക്കുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കപ്പെട്ട തിരുവചനങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ആ വചനം എന്നിൽ പ്രവർത്തന നിരതമാകുമ്പോൾ ഞാൻ ഒരിക്കലും മരിക്കില്ല, മറിച്ച് യേശുവിൻ്റെ വരവിൽ ഞാൻ യേശുവിൻ്റെ കൂടെ സംവഹിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുക. പക്ഷെ അതിൽ കണ്ടീഷൻസ് നിരവധി. വചനത്തിൻ്റെ വ്യാഖ്യാന അർത്ഥ തലങ്ങളെ ഗ്രഹിച്ചാലേ നമുക്ക് ആ സ്റ്റേജിലേക്ക് മാറാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് അത് പെട്ടെന്ന് അങ്ങനെ ചെയ്യാവുന്നതല്ല. പക്ഷെ അതിന് തക്ക വിധമുള്ള ക്ലാസ്സുകളും വചനങ്ങളും ഉണ്ട് പ്രിയപ്പെട്ടവരെ. അത് നമുക്ക് നമ്മളെ മരിക്കാൻ വേണ്ടിയല്ല ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, അമർത്യമാകാൻ വേണ്ടിയിട്ടും മരണമില്ലാത്തവനാകാനും വേണ്ടിയിട്ട്. എന്നിട്ടും കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് യേശയ്യാപ്രവചനത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്, കർത്താവ് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. അവൻ തന്നെ മരണത്തെ വീണ്ടെടുക്കാൻ നമ്മുടെ വേദനകളാണല്ലോ അവൻ ചുമന്നത്, നമ്മുടെ അകൃത്യങ്ങളാണല്ലോ അവൻ വഹിച്ചത്. അങ്ങനെ നിങ്ങൾ ചെയ്ത എല്ലാ തിന്മയുടെയും പാപത്തിൻ്റെ പരിണതഫലമായ മരണത്തെ തൻ്റെ ശരീരത്താൽ നിഗ്രഹിച്ച് തൻ്റെ ശരീരത്തിലെ മരണത്തെ ആവഹിച്ചെടുത്ത് അത് എടുത്തതിന് ശേഷം ഈ ലോകത്തു നിന്ന് മരണത്തെ എന്നേക്ക് മാറ്റപ്പെട്ട് ഒരു മരണമില്ലാത്ത യുഗത്തിലേക്ക് നിന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇതെല്ലാം ചെയ്തത്. ഈ വചനം മുഴുവനും അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ മനുഷ്യൻ പാപത്തെ പാപവും തിന്മയും ചെയ്ത് മരണത്തെ സ്വീകരിച്ച് മരിച്ചു പോകുന്ന മനുഷ്യനെ നോക്കി കർത്താവ് കരയല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് വീണ്ടും 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 കർത്താവിൻ്റെ വരവ് ചൂള പോലെ കത്തുന്ന ദിനം വരുന്നു. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം തിരുവചനം, ഇതാ ചൂള പോലെ കത്തുന്ന ദിനം വരുന്നു. പിന്നെ രക്ഷിക്കാൻ ആരുമില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ ഒരു ദൈവമോ പിന്നെ ഒരു വചനമോ സഭയോ ഈ ലോകത്തില്ല. അതിനാൽ നമുക്കെല്ലാവർക്കും സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ സമയമായി. പ്രിയപ്പെട്ടവരെ, 3, 4, 5 അല്ലെങ്കിൽ ഒരു 6-7 മാസമോ ഒക്കെ കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ എന്ന ഈ സംഭവം ഞാൻ നശിപ്പിച്ച് കളയും, ഇല്ലാതെയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തരാനുള്ള അത്ര ക്ലാസ്സുകളും ഒക്കെ തന്ന് ജനത്തെ ഒരുക്കി 4 പേര് ഒരാളാണ്, അല്ലെങ്കിൽ 1,00,000 പേരാണ് 1,00,000 പേര്, അല്ലെങ്കിൽ 1 കോടി ജനമാണ് 1 കോടി ജനം, അത്രയും ജനത്തെ ഈയിടെ ദാസനിൽ കൂടെ ഒരുക്കാൻ പറ്റുന്നിടത്തോളം ഒരുക്കി അതിൻ്റെ അന്ത്യ കാലഘട്ടങ്ങളിൽ എത്തുമ്പോൾ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയും, ഈ സംവിധാനങ്ങൾ നിർത്തിക്കൊള്ളുക, ഈ മൊബൈൽ ഫോണും യൂട്യൂബ് ക്ലാസ്സും നിർത്തിക്കൊള്ളുക എന്ന കർത്താവിൻ്റെ സന്ദേശം എനിക്കുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും, ഇതാ ഞാൻ ഈ സംവിധാനം നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുങ്ങാം. ഇനി വചനത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം എടുത്തു വെക്കുക, വായിക്കുക. അതിനാണ് ഈ വ്യാഖ്യാന അർത്ഥത്തിൽ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഒരു വചനം എടുത്ത് വായിക്കുമ്പോൾ അത് ദൈവമേ ഇത് എന്നാണാവോ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതായത് മലാക്കിയുടെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ സൈനികരുടെ കർത്താവ് വിളിച്ചിരുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. ഏതായി ചൂള പോലെ കത്ത്? എന്താണ് ഈ ചൂള? അതെവിടെയാണ്? എന്താണ്? അതാണ് അണുബോംബിൻ്റെ സ്ഫോടനത്തിൽ ചൂള പോലെ നിന്ന് ഭൂമി കത്തിജ്വലിക്കും. അതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അല്ലെങ്കിൽ എന്താ മനസ്സിലാവുക? എങ്ങനെ ചൂള പോലെ കത്തുന്നത്? ഏത് സ്ഥലം വരെ കത്തുന്നത്? കല്ലും മണ്ണോ അങ്ങനെ കത്തുവോ? അങ്ങനെ ചിന്തിക്കും, മനുഷ്യ വേണ്ടി ചിന്തിക്കും. പക്ഷേ ഇന്നത്തെ ഹൈഡ്രജൻ ബോംബുകൾ, ഇന്നത്തെ ഹൈപ്പർസോണിക് മിസൈലുകൾ, ഇന്നത്തെ ന്യൂക്ലിയർ ബോംബുകൾ എല്ലാം ചൂള പോലെ തന്നെ കത്തുന്ന സംവിധാനമാണെന്ന് ശാസ്ത്രവും ചരിത്രവും വചനവും സ്ഥാപിക്കുമ്പോൾ, അത് പറയുമ്പോൾ, തെളിയിക്കുമ്പോൾ നമുക്ക് അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ നാളെ മുമ്പിൽ വരും എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ ഈ വരവ് പരമ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ വൈകരുത്. ഇനി അത് കൃത്യമായും പരമസത്യമാണെന്ന് ഗ്രഹിക്കാൻ ഇനി ഒട്ടും താമസിക്കരുത്. അങ്ങനെ ശ്രമിക്കാൻ ധൈര്യപ്പെടുന്നവർ, അതിന് ശക്തിയും കഴിവുള്ളവരാണ്. ഇതിനകത്ത് പല കമ്പനികൾ തന്ന് അവർ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യല്ല, അവർ സ്വയം അത് ഏറ്റെടുക്കുകയാണ്. ഞാൻ അങ്ങനെ ജീവിക്കും, അല്ല ഞാൻ ആ വചനം ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത്. വചനം ഏറ്റെടുക്കുക പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യേശുവിനെ ഏറ്റെടുക്കുക എന്നർത്ഥം, പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുക എന്നർത്ഥം, അതനുസരിച്ച് പരിശുദ്ധാത്മ പ്രേരണ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള അർത്ഥം. അതിലെ പ്രിയ സഹോദരങ്ങളെ, സർവശക്തനായ യേശുനാഥൻ്റെ തിരുശരീരക്തങ്ങൾ നമ്മളെ സംരക്ഷിക്കുമാറാട്ടെ. സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ എനിക്ക് ചെവിക്ക് ഇമ്പവും കാതിന് മൂല്യമുള്ളതുമായിട്ട് വരട്ടെ. സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ തിരുത്വം നമുക്ക് കോട്ട കെട്ടി സംരക്ഷിക്കുമാറാകട്ടെ, എന്നെ രക്ഷിക്കുമാറാകട്ടെ, സംരക്ഷണ കോട്ട ഒരുക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് എന്നെ മുന്നോട്ട് നയിക്കുമാറാകട്ടെ.
എൻ്റെ കാഴ്ചപ്പാടുകളിൽ, എൻ്റെ ശ്രവണത്തിൽ, എൻ്റെ കാഴ്ചയിൽ, എൻ്റെ ഇന്ദ്രിയങ്ങളിൽ, എൻ്റെ അതിരത്തിൽ മുഴുവൻ പരിശുദ്ധമായ ആലോചനകളും പരിശുദ്ധമായ ചിന്തകളും പരിശുദ്ധമായ വാക്കുകളും പരിശുദ്ധമായ ആലോചനകളും തത്വസംഹിതകളും കാഴ്ചപ്പാടുകളും കൊണ്ട് എൻ്റെ ആത്മാവിനെ നയിക്കുന്നത് പരിശുദ്ധമായ ആത്മാവ്, പരിശുദ്ധാത്മാവ് ആയിരിക്കട്ടെ എന്ന് നമുക്ക് ഏറ്റുപറയാം, ഉൾക്കൊള്ളാം. അങ്ങനെ വരുമ്പോൾ അത് ദൈവവചനത്തിലേക്ക് നമ്മൾ ആഴ്പ്പെടും. ദൈവവചനത്തിൽ പതിക്കുന്ന അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതനുസരിച്ച് ഒരുങ്ങാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മളെ മുന്നോട്ട് നയിക്കും പ്രിയപ്പെട്ടവരെ. അതിനായി നമ്മെ ഓരോരുത്തരും സർവശക്തനായ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.